മന്മയനായ ആദാമിൻ മക്കൾക്കു ജീവനുള്ള മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തിയും നൽകാം മശിഹായേ. ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്ക് നിന്നു സ്തുതിയോ വന്ദനമോ പുകഴോ ഉന്നതിയോ നാവേറ്റണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും വീഴ്ചയും അനുഭവം നല്ല മഹിമയും തരതരം കരയറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തെ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിന് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും വഞ്ചകനായ മൂലം ഗ്രന്ഥപ്പെട്ടു. അവൻ സമാപിക്കുകയും ചെയ്തു. കരുണകളുടെ ആശ്വാസത്തെ അവനെ എഴുന്നേറ്റവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിലെയും പരമവൈദ്യനായ ഏകപുത്രനെ നിയമിച്ച് അവന്റെ ലോകത്തിലുള്ള മരണങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കാത്തായ ദുഃഖമൃതനായ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നൽകുവാലോകത്തിലേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുടെ അപേക്ഷകളും കേൾക്കണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, ഏകജാതനായ പുത്രനുണ്ടാവുന്നതിൽ പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവർത്തികൾക്ക് പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത കാലത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്തുവിടപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വിധികളത്രയും സത്യമുള്ളവയുമാകുന്നു എന്ന് ഇരുഭാഗക്കാർ വംശത്തിലൂടെ പറയുകയും ചെയ്യുന്നു. തിരുനാമത്തിൽ മാമോദീസായറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശത്തിൽ ആശ്രയിച്ചുള്ളതായ ദാസി ആഴമുള്ളതായ പാതാളത്തിൽ
നിന്റെ സേവകന്മാരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോട് ഇതിന്റെ ദാസികളിൽ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവരും മഹത്തരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കരുണാവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ പ്രിയ മാതാവിനെ കുറിച്ച് ദുഃഖിച്ച് വിശ്വാസിപ്പിക്കുന്നവരായ നിങ്ങളെയും പ്രത്യേകമായി മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കണ്ണുകളാൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഇവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിനെയും ഇവിടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലതയില്ലാത്ത സമാധാനം കൊണ്ട് അവരെ നീ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസരങ്ങളെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശയുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുടെ വലനെ കൊണ്ട് വിശുദ്ധമാക്കുന്നതിലേക്ക് നടത്തണമേ. ആശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിച്ചനാശപ്പെടാതെ നിങ്ങളുടെ വിശ്വാസവാസനയുടെ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായ സ്ഥലങ്ങളെ സന്തുഷ്ടരാകണമേ. കർത്താവെന്നോ കർത്താവെടുത്തു കർത്താവിന് നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായവനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിനുള്ളവർക്ക് ഒരുങ്ങുള്ളവരും കാത്തിരിക്കുന്നവരായ ഞങ്ങൾ കാണപ്പെടുവാനാകണമേ. നിന്റെ സിംഹാസനത്തിൻപാകുള്ള ശ്രേഷ്ഠമായ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അതില്ലാത്ത മനുഷ്യസ്നേഹത്താൽ എല്ലാവരെയും നീ വാർത്തകളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഗോത്രനും നിന്റെ പരിശുദ്ധർക്കായും സ്തോത്രമേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുവാനാകണമേ. മരണം മാതാമുതൽ മഷികാവരെയും ഭരണഗതിയെ വിശാലമാക്കി മഷികാതിന്റെ അധികാരത്തെ മാറ്റിച്ച് പാപത്തിന്റെ വിഷമുള്ളിലെ തകർത്ത് കളഞ്ഞു. കുരിശുമുഖമുണ്ടായ ജയവിധായക തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാരത്തിങ്കൽ മരണം അവസാനിക്കുന്നു. പാപം മാഞ്ഞു പോകുന്നു. സത്താൽ ലഭിക്കുന്നു. നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോടുകൂടെ മണവറയിൽ പ്രവേശിക്കുന്നവര് തങ്ങളുടെ ദിവ്യഷ്ടികൾ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ളം ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നതെന്നാൽ സഹോദരന് പ്രിയപ്പെട്ടവരുമേ, സമാധാനത്തോടെ പാർക്കുക. ഞാൻ നിന്റെ അടുത്ത് നിന്ന് സന്തോഷം നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനി നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. രാജാവിന്റെ നടത്തിങ്കലും പ്രധാന ദൈവദൂതന്മാരുടെ കാരണത്തിലും കബറുകളും പാറകളും പെടുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തേണ്ട തങ്ങളുടെ ദിവ്യഷ്ടികളെ തെളിയിക്കുന്നു. ഗർഭവും ജീവനും ഉണ്ടായിരിക്കുന്നവനും തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നെ വിശ്വസിക്കുന്നവരെങ്കിലും ഒരു നാളും മരിക്കുകയില്ലെന്ന് വിചാരിക്കുന്ന ദൈവമേ, നിങ്ങളുടെ വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി എന്റെ പരിശുദ്ധനാമത്തെ ഞാൻ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും എന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരുന്നപ്പോഴും അവിടെ നല്ല ദൃഷ്ടാന്തത്തെ പുതുരുന്നത് ഞങ്ങൾ കൃപണമെന്ന് അതിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എനിക്കും നിന്റെ ജാതരും പരിശുദ്ധാത്മാവനും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരയേറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരണമേ. ഓശോ പോലെ എന്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുമെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തോൾവി. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളി. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിൽ അവരുടെ ശരീരങ്ങളെ
മഹത്വം നൽകുകയും ചെയ്ത മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചയുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചയുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രശ്നം ഉയർത്തും. വേദനപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെ, അമ്മച്ചിയുടെ ഈ ഭവനത്തിന്റെ സഹോദര കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവരെ, മരണം നമ്മളെ എല്ലാവരുടെയും ഒരു അധ്യാപകരാണ്. ഒരാൾ മരിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ദീർഘായുസ് കൊണ്ട് തൃപ്തി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വലിയ മഹൽബന്ധയാണ് ഈ മാതാവ്. വളരെ വർഷങ്ങളായി ശാരീരികമായി ക്ഷീണാവസ്ഥയിൽ ഈ ഭവനത്തിൽ കഴിയുമ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പലപ്പോഴും ഞാൻ ഈ ഭവനത്തിൽ വന്ന് ഈ മാതാവിനോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എപ്പോൾ ഞാൻ ചെന്നു ചേരുമെന്ന് വാക്യങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു മാതാവ്. ഞങ്ങളുടെ ശാന്തിയെ ഈ ഭവനത്തിൽ വിവാഹം കഴിച്ച് അയച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഭവനവുമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ടായത്. കവീസും ശാന്തിയും കുഞ്ഞുങ്ങളും അവരെപ്പോൾ വിളിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ അമ്മച്ചിയോർത്ത് പ്രാർത്ഥിക്കുകയും ഓടി വരികയും ഒക്കെ ചെയ്യുന്നത് ഈ ഭവനത്തിൽ വരുമ്പോൾ ഈ മാതാവിനെ കാണുന്നത് വലിയൊരു സന്തോഷമാണ്. കാരണം അനേക ഭവനങ്ങളിൽ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാക്കളെ ശുശ്രൂഷിക്കാൻ ആളുകളില്ല. എന്നാൽ ശാന്തി അമ്മച്ചിയെ വളരെ അനുഗ്രഹീതമായിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഭവനത്തിലെ ഒരു മകൾ ഈ ഭവനത്തിൽ പാർക്കുമ്പോൾ അവളെ ദൈവം ഏൽപ്പിച്ച വലിയൊരു ശുശ്രൂഷയാണ് ഈ അമ്മച്ചിയോട് ഒന്നിച്ചുള്ള വാസം. ശുശ്രൂഷ എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ട അച്ഛൻ 2 വാക്ക് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനെ തുടർന്നു. ഈ പ്രിയ മാതാവ് നല്ല ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
നല്ല തേജസ്സിന്റെ ധാരാളം അനുഭവങ്ങൾ, വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ, ദൈവങ്ങളുടെ അനുഭവങ്ങൾ ധാരാളം അനുഭവിക്കുകയും ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് അമ്മച്ചിയുടെ ജീവിതത്തിന്റെ സാക്ഷി ഞാൻ ഇവിടെ വന്നിരുന്ന് കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സമയമായപ്പോൾ മാതാവിനെ ദൈവം വിളിച്ചു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അമ്മച്ചി പ്രവേശിച്ചു. ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. എന്നാൽ സ്വർഗീയമായ പാർപ്പിടത്തിൽ കർത്താവിനോട് ഒന്നിച്ച് ആരാധിക്കുന്നവരുടെ ഗണത്തിൽ ഈ പ്രിയ മാതാവും ചെന്ന് ചേർന്നിരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മാതാവിനെ യാത്രയക്കാം. മരിച്ചുപോയാൽ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് നാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൽ മറഞ്ഞിരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എഴുന്നള്ളി വരുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്നവർ ആകാശമേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നാം അന്യോന്യം ആശ്വസിച്ചുകൊള്ളും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഗുഡ് ബൈ പറഞ്ഞ് ഈ അമ്മച്ചിയെ ദൈവം തന്നു. ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞ് യാത്ര അയച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ വലിയവനായ ദൈവം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളിലെ ആകട്ടെ. സകലത്തിന്റെയും സ്വർഗീയ പിതാവേ, ഈ ഭവനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അധ്വാനിച്ച് താൽക്കാലികമായ ഈ ഭവനം വിട്ട് നിത്യഭവനത്തിലേക്ക് കടന്നു വരുന്ന ഈ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന് വളരെ നിഷ്ഠയോടും ആധ്യാത്മിക ചൈതന്യത്തോടും തന്റെ ജീവിതത്തെ നയിച്ച് തലമുറകൾക്ക് ജന്മം നൽകി കഷ്ടതകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവെ നിന്റെ ദിവ്യ മുഖം ദർശിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മ ഈ ലോകത്തായിരുന്നു. കർത്താവെ, നിന്റെ മകൾ ഞങ്ങൾക്ക് കൈമാറി തന്നിരിക്കുന്ന എല്ലാ വിശ്വാസത്തിന്റെ സ്ഥിരതയും ആത്മീകമായ പക്വതയും പിൻതലമുറകൾക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ തക്കവണ്ണം കർത്താവെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ലാസറിന്റെ കരളക്കൽ ചെന്ന അരുമനാഥൻ ലാസറിനെ കോർച്ചൊല്ലി വിളിച്ചതുപോലെ ഈ പ്രിയദാസിയെ കോർച്ചൊല്ലി വിളിക്കുന്ന ഒരു വലിയ ദിവസമുണ്ടല്ലോ. വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവെ അടുത്ത രണ്ടാമത്തെ വരവെങ്കിൽ കയ്യിൽ കുരുത്തോലകൾ എടുത്തുകൊണ്ട് നിന്നെതിരെ തക്കവണ്ണ രക്ഷിതഗണത്തിൽ ഈ പ്രിയ മാതാവ് കാണപ്പെടണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ വലിയ കാഹളം ധ്വനിക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ സമർപ്പിതമായി കടന്നു വന്ന് ആരാധിക്കുവാൻ നിന്റെ ദാസിയെ സഹായിക്കണമേ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നവൻ വിശ്വസിക്കുന്ന ആരും ഒരു നാട് മരിക്കുകയില്ല എന്ന് വാക്കുതന്ന കർത്താവേ, നിത്യതയിൽ നിന്റെ ദാസി പ്രഭ നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ. വേർപാടിന്റെ ഭാരങ്ങൾ തോറുന്ന പൗരാംഗങ്ങൾക്ക് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതുപോലെ നിന്റെ മക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണമേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അവിടെ ഞങ്ങളെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവെ, ലോകത്തെ ജയിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന രോഗങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, നെടുവീർപ്പുകളില്ലാത്ത, കഷ്ടതകളില്ലാത്ത ആ രാജ്യത്ത് നിന്നോട് കൂടെ വാസമായിരിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവമേ, ആ കുറവുകളെ കൂടുതൽ പ്രാപിക്കുവാനും പ്രാപ്യമാക്കുവാനും സഹായിക്കണമേ. ഇന്ന് നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളും ദൈവമേ അവിടെ അനുകൂലമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥകളെ പ്രദാനം ചെയ്യണമേ. ഈ ഭവനത്തിലുള്ള എല്ലാവർക്കും നിന്റെ പ്രത്യാശകൾ നിറയ്ക്കണമേ. ദൈവാത്മാവിന്റെ ചൈതന്യം എപ്പോഴും നിന്റെ മക്കളിൽ എല്ലാവരും പകർന്ന് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാ ആചാര്യന്മാരെയും ഇവിടെ കടന്നു നയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ബലപ്പെടുത്തി സംരക്ഷിക്കണമേ. സകലോപിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയും So
സമാധാനം ദൈവത്തെയും അവന്റെ പുത്രൻ നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ഏക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. പാലിച്ചിടും നിന്റെ ഭൂലോകവചനങ്ങൾ അവസാനമായി
മനുഷ്യജീവിതത്തിലെ നിർണായകമായ സംഭവത്തിനുകൂടി നാം സാക്ഷികളാവുകയാണ്. ദൈവമായ ലോകത്തിലേക്ക് കടന്നു വന്ന് ദൈവപ്രകാരം ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന പ്രകാശത്തിന്റെ മാതാവിനെ യാത്രയാക്കിയോളമാണ് ജീവിതത്തിന്റെ നാലാമകളിൽ നിന്ന് അനേക പൗരത്തിന് പ്രത്യേകിച്ച് പരിശുദ്ധമായ ദേവാലയത്തിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെ ഭക്തിയോടെ ജീവിച്ച ഒരു മാതാവിനെയാണ് നാം യാത്രയാകുന്നത്. ദൈവാനുഗ്രഹത്തോട് ജീവിച്ച ഒരു ദാസി. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ പ്രിയപ്പെട്ട ദാസിയുടെ ശ്രേഷ്ഠമായ മാതൃകൾ പലപ്പോഴും പെടാതെ ആവശ്യപ്പെട്ടു. വളരെ ഉത്തമയായ ഒരു ദാസിയായി, ഉത്തമയായ ഭാര്യയായി, നല്ലൊരു അമ്മയായി, സമൂഹത്തിനും കുടുംബത്തിനും ഇടത്തേക്കും ഒത്തിരി നല്ല മാതൃകകൾ ഈ പ്രിയ മാതാവ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ പറയും, ഞാൻ ഒരു അച്ഛൻ്റെ മകനാണ്. സഭയിലെ ഒരു ശ്രേഷ്ഠനായ പുരോഹിതന്റെ മകളാണ് ഈ പ്രിയ മാതാവ്. പ്രകാരം ഒത്തിരി ശ്രേഷ്ഠ ദേവകരെ
ഈ ശുശ്രൂഷയിൽ ഭവനത്തിലും ദേവാലയത്തിലും സംബന്ധിക്കുന്നു. ദേശത്തിൽ ശുശ്രൂഷിച്ച പുരോഹിത നിലയിൽ ആ കുടുംബത്തിന്റെ സുരക്ഷ ഒത്തിരി അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. സഭയ്ക്ക് മാത്രമല്ല, മർത്തമാസഭയ്ക്ക് മാത്രമല്ല, സർവ ആളുകൾക്കും ഏറ്റവും ആദരവ് ഈ കുടുംബത്തോടുണ്ട്. പ്രത്യേകിച്ച് ശർക്കര നാട്ടിൽ വന്നപ്പോഴും അവിടെ കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയങ്കരിയായി ജീവിക്കുവാനും വളരുവാനും അനേകം ആദരവ് ചെലുത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പ്രിയപ്പെട്ട ആശ്വാസം സമാധാനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നല്ല മക്കൾ, പ്രത്യേകിച്ച് അച്ഛന്മാരും ശാന്തിയും ദേവക്കാര്യം, അതുപോലെ പ്രിയപ്പെട്ട കോശിയും കുടുംബവും കുഞ്ഞുങ്ങളുമൊക്കെ ഈ പ്രിയ മാതാവിന്റെ ഒത്തിരി സ്നേഹവാത്സല്യപ്പെട്ട നല്ല രീതിയിൽ ഉയരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒത്തിരി നന്മകൾ അനുഭവിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെതായ അനുശോചനം അറിയിക്കുന്നു. ഈ പ്രിയ മാതാവിനോട് ലഭിച്ച സ്നേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിനും എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തിലുള്ള ഹൃദയപൂർവ്വമായ അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇടവകയുടെ അനുശോചനം ട്രസ്റ്റ് അറിയിക്കുന്നത് സെക്രട്ടറി അറിയിക്കുന്നത് സമർപ്പിച്ചു. ബഹുമാന്യ വൈദികരെ, ബഹുമാനവും സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ, ഈ ഇടവകയിൽ 11ാം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തെങ്ങുവിളി ശ്രീമതി സാറാമ്മയുടെ അവരുടെ ദേഹവിയോഗത്തിൽ ഈ ഇടവകയുള്ള ദുഃഖം അനുശോചനം വളരെ ശ്രദ്ധയോടുകൂടി ഔദ്യോഗികമായി അറിയിക്കുന്നു. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാ ആഴ്ചയിലും മുടക്കം കൂടാതെ ആരാധനയിൽ പങ്കെടുക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ ഈ ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ വീട് സന്ദർശിക്കാറുണ്ട്. അമ്മയ്ക്ക് കാണുവാൻ പ്രചരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുവാണെങ്കിൽ പറയും, ഞാൻ ഞായറാഴ്ച നിശ്ചിത സമയം കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കും. ഇത് 3 മണി കഴിക്കുന്നതാണ് കഴിക്കുള്ളൂ. ഇത്രയും ഉപവാസം എടുക്കുന്നതാണ് ആത്മീയ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള പ്രാർത്ഥനാ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ഈ അടുത്ത കാലത്തെ കാര്യങ്ങളെല്ലാം അച്ഛനെല്ലാം സന്ദർശിക്കാൻ കൊടുക്കും. മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ ഒന്ന് ജീവിച്ചു പറയാൻ ഞാൻ അച്ഛൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ മകളാണ്, ഞാൻ അച്ഛൻ്റെ മകളാണ് എന്ന അഭിമാനത്തോടെ ഈ കിടന്ന കിടപ്പിൽ പറയും. ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിൽ ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. അത് ആ ഒരു മനസ്സിലാക്കി ആ ഉള്ളതുകൊണ്ടാണ് നല്ല വർഷങ്ങളായി വയ്യാതെ ശാരീരികമായി നടക്കുവാൻ പാടിയ വയ്യാത്ത അവസ്ഥയിലായിരുന്നത് പള്ളിയിൽ ഒരുപാട് നടത്തി. അതിൻ്റെ ദുഃഖം ഇപ്പോഴും പങ്കുവെക്കുന്നു. നമ്മൾ 1 മാസം മുമ്പേ അമ്മയെ ഞങ്ങൾ കണ്ടിരുന്നു. പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലപ്പെട്ട മെമ്പറിന്റെ വിയോഗം, ഇടവകയുടെ ദേശത്തിൽ നിന്ന് ഒരു മെമ്പറിന്റെ അഭാവം ഇന്നു മുതൽ വരും. എന്നാൽ ആ ക്ഷീണതയെ വിയോഗത്തിൽ ഇടവകയോട് ആ കുടുംബത്തോട് ഞങ്ങൾ അറിയിക്കുന്നു. ആ കുടുംബത്തിന്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ എല്ലാ നല്ല കാര്യങ്ങളും നന്ദിപൂർവ്വം ഞങ്ങൾ കൃതജ്ഞത നന്ദി പറയുന്നു. എല്ലാ ആദരവും അമ്മയെ ഞങ്ങൾക്ക് യാത്രയായി. ദൈവത്തിന്റെ ശുദ്ധമായ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോയവര് എല്ലാവരിലും അതാത്
ആശയങ്ങളുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗം കിടക്കുന്നവരെ കേട്ടുന്നവരും നിദ്രഭാവിച്ചുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരങ്ങൾ വരയ്ക്കുന്നവനും ഭരണവിധിയാൽ നശിതമായവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവരുമായ വിഷയാന്തരാന് തനദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സെല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യവർഗത്തെ ഉണ്ടാക്കിയവനും ജീവനോടെ അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ സമയത്തിൽ കഴിയുന്ന ശുശ്രൂഷ കരുണയോട് നീ കൈകൊള്ളുന്നവേ. സമാധാനത്തിൽ നിന്റെ വിശുദ്ധ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പന പ്രമാണിച്ചിട്ടുള്ള
സ്തോത്രങ്ങളുടെ ചെയ്യുകയും മലമറുടെ ഉണർത്തുകയും ചെയ്യുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരുണ്യവാനായിരിക്കുന്നതായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിന്റെ വിശ്വനായ വാസസ്ഥലത്തും സന്തോഷകരമായ വെളിച്ചത്തിന്റെ കൂടാരത്തിൽ വേദനകളും ദുഃഖങ്ങളും നിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസമേയും ജീവനെയും ഭവനത്തിലും ഇതിന്റെ എല്ലാ സ്ഥിതിയും പുതിയ സ്ഥിതിയുടെയും ആത്മീയ സന്തോഷത്തെയും ശബ്ദം ഇതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലെ കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനം നിന്റെ അടുക്കൽ അറിയാതെയും മനസ്സോടാതെയും ഞങ്ങൾ ചെയ്തുപോയ സകലങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് രക്ഷിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോ നിന്റെ അനുഗ്രഹമോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടറിയാതെപ്പെടണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തോടും കൂടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്ഥിരമാകുകയും നിത്യ സന്തോഷത്തെ പ്രകാശത്തോടുകൂടെ ആരെങ്കിലും പ്രവേശിക്കുകയും അവിടെയുള്ള അക്കതയുള്ളവരായി തീരുകയും ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിനായി സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുവാനാണമേ.
നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവിടെ അവകാശങ്ങളും പ്രത്യാശയും ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നവർക്ക് പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്ക് അവർക്കപ്പെടുന്ന രാജ്യം അവകാശം അനുഭവിച്ചു വരുന്ന സന്തോഷത്തിൽ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരെയും ഒഴിവാക്കുകയും ചെയ്യുമാറാകണമേ. ും
കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം തരുന്നതായിരുന്നു പറഞ്ഞു. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാവുടെയും സകലത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമാവശ്യാതെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അപരിചിതനായ മനുഷ്യരായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മനുഷ്യരായ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനമായ വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ യോഗ്യതകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിൽ നിന്റെ എതിർപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിപ്പാനും സന്തോഷപ്പെടുത്തുന്ന പ്രകാശങ്ങളെ കൊണ്ട് എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയരായ അവരോട് കൂടെ തുതി പാടുമെന്ന് നിനക്കും താതനും വിശുദ്ധാരുമായിക്കും എന്നേക്കുമാമി ഗോത്രം ആമേ ആമീപോ നമ്മുടെ നാകൾ കടന്നു പോകുമെപ്പോഴും എന്തിങ്ങനെ
സമാധാനിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു സന്തോഷം മോക്ഷവും എന്നേക്കും. വ്യക്തമായി പരിശ്രമിച്ച് ഞാൻ ധനം സമ്പാദിക്കുന്ന ജനതയിലറിയില്ല. എല്ലാ ആത്മീയ സാധനങ്ങൾക്ക് ദൈവത്തെ ഭയപ്പെടുന്ന കൽപ്പന പ്രമാണിച്ചുള്ള സാധിച്ചു. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിച്ചേരുമെന്ന് രണ്ടവൃത്തെ കുറിച്ചവനായ ദൈവമേ ഒടുവിൽ ദിവസം നിത്യജീവനായ പ്രത്യാശയോടെ മണ്ണിലേ കൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാളവഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പകലും മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലുകൾ നാശത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനരികെ നിന്ന് അറിഞ്ഞുകൊണ്ട് സങ്കടത്തോടുന്ന ദൂർപ്പോടുമ്പോൾ എന്റെ ദൈവത്തോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി ആഗ്രഹിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോടുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തി ഉപയോഗിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാരുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്. ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ വിതരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൻ കഴിയാതെവെന്നും അവന്റെ ദിവസങ്ങളായോ ഓരമാഞ്ഞു പോകുന്നയാകും. പറമ്പിലെ പുഷ്പം പോലെ പൂത്തുമാടിപ്പോകുന്നവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാൻ ഇതുത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയനായ ദൈവത്തിന്റെ സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ സർവശക്തനായ കാണപ്പെടാത്തതുമായ ദൈവത്തിന്റെ ദൂതനോ സർവശക്തി മുഖാന്തരമായ അഞ്ചരാനുഷ്ഠിക്കാൻ വേണ്ടി സ്വർഗത്തിനായി ജനമഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനികമായ ജീവിപ്പിക്കുന്ന കർത്താവ് സ്തുതിക്കപ്പെടുന്ന ദിവ്യമായ സ്നേഹം സംസാരിച്ചതുമായ ജീവിത സ്നേഹവുമായും ആധുനികവും ആപുസ്തകമായ ഏത് വിശുദ്ധ സഭയോട് വിശ്വസിക്കുന്നു. മറ്റൊരു വരുവാനോദരെ പ്രതിജ്ഞയും ഞാൻ നമുക്ക് പാർക്കുകയും ചെയ്യുന്ന ധാരാളമായാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ശുശ്രൂഷ കേൾക്കണമേ.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ സഹായത്തിൽ നിന്ന് എന്നെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാത്മാവേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകാരമ്യവും ഞങ്ങളുടെ നമസ്കാരം പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷകൾക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുമായിരിക്കണമേ. കർത്താവേ ഞങ്ങളും സഹായങ്ങളും കൃപകളും ദൈവികമായ സന്നദ്ധാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ പേരും ബലഹീനരുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ പേരും ആവശ്യിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവനായി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷൻ ഞങ്ങളോടുകൂടെ ഒരു സംബന്ധിച്ചല്ലാതെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ വിശ്വാസം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.